ഒരു റേസിനിടയിൽ ഒരു ഡ്രൈവറിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കറിയാം. അതായത് FIA ബാൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും പാർട്സ് കാറിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈവർ അൺസ്പോർട്സ്മെയിൻലി ബിഹേവ് ചെയ്താൽ, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ട് ഡ്രൈവ് ചെയ്താൽ ഡ്രൈവേഴ്സിനെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അത് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ റേസിൽ മാത്രമാണ്. പക്ഷേ ഫോർമുല 1 ഹിസ്റ്ററിയിൽ ഒരു ഡ്രൈവറിനെ എൻ്റയർ സീസണിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇൻസിഡന്റ് നടക്കുന്നത് 1997 സീസണിലെ ഫൈനൽ റേസിലാണ്. ആ സീസണിൽ ജാക്കിസ് വില്ലിയനോയും മൈക്കൽ ഷൂമാക്കറും തമ്മിൽ നല്ല കോമ്പറ്റീഷനിലായിരുന്നു. ഫൈനൽ റേസിലെത്തിയപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം ഒരു പോയിന്റ് ആയിരുന്നു. റേസ് നല്ല പീക്ക് മൊമെന്റ് നിൽക്കുന്ന സമയത്ത് വില്യന് ഷൂമാക്കറിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ അവർ ഓവർടേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഷൂമാക്കർ വളരെ സ്പീഡിൽ തന്നെ അവർ കോർണർ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ വില്യന് വിട്ടുകൊടുത്തില്ല. അപ്പോൾ ഷൂമാക്കർ വന്ന് ആ സ്പീഡിൽ ട്രാക്ക് വിട്ട് വെളിയിൽ പോയി. ഇവിടെ പണി കിട്ടിയത് ഷൂമാക്കറിനാണ്. ഷൂമാക്കറിന് ആ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഇൻസിഡന്റിൽ വില്യനുവിന്റെ കാറും ഡാമേജ് ആയി. വില്യന് ഡാമേജ് ആയ കാറുമായിട്ടാണ് ഫിനിഷ് ലൈൻ കടന്നത് P3. വില്യനിന് P3 ഫിനിഷ് ചെയ്ത അത്രയും പോയിന്റ്സ് മാത്രം മതിയായിരുന്നു ആ വർഷത്തെ വേൾഡ് ചാമ്പ്യൻ ആവാൻ വേണ്ടി. പിന്നീട് FIA ഈ ഒരു ഇൻസിഡന്റിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഷൂമാക്കറിന്റെ ആക്ഷൻ ഡെലിബറേറ്റ് ആയിട്ടും അതുപോലെ അൺസ്പോർട്സ്മാൻലി ആയിട്ടും ഡിക്ലെയർ ചെയ്തു. സോ ഷൂമാക്കറിന് കിട്ടിയ പണിഷ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർ സ്റ്റാൻഡിങ്ങിൽ നിന്ന് പുള്ളിയെ ഡിസ്ക്വാളിഫൈ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റേസ് നോർമലി ഫിനിഷ് ആവുമായിരുന്നെങ്കിൽ ഷൂമാക്കറിന് ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ സെക്കൻഡ് പ്ലേസ് കിട്ടേണ്ടതാണ്. പക്ഷേ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായതുകൊണ്ട് FIA ഷൂമാക്കറിന്റെ ആ സീസണിലെ എൻ്റയർ പോയിന്റ്സും സ്ട്രിപ്പ് ഓഫ് ചെയ്തു. അപ്പോൾ ആ ഒരു ടൈമിൽ ഫാൻസും അതുപോലെ F1 പണ്ഡിറ്റ്സും പറഞ്ഞത് ഈ ഒരു ഡിസിഷൻ ഭയങ്കര അൺകൺവെൻഷനൽ ആയിരുന്നു എന്ന്. സോ ഇതുപോലുള്ള F1 വീഡിയോസിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും.